പക്ഷെ ഉല്ലാസ് ബാബു, കേന്ദ്ര സർക്കാരിന് പല പദ്ധതികളുണ്ട്. പ്രധാനമന്ത്രി ഫസൽ ഭീമ യോജനയുണ്ട്, ഉജ്ജ്വല യോജനയുണ്ട്, അടൽ പെൻഷൻ സ്കീമുണ്ട്, അങ്ങനെ ധാരാളം കേന്ദ്ര പദ്ധതികളുണ്ട്, താങ്കൾക്കറിയാം. പക്ഷേ പകുതി വില ലാപ്ടോപ്പ് യോജന എന്ന് പറഞ്ഞൊരു യോജന ഇല്ല എന്നും സ്വാഭാവികമായും താങ്കൾക്കും മറ്റു BJP നേതാക്കൾക്കും അറിയാമല്ലോ. അല്ലെങ്കിൽ പകുതി വില തയ്യൽ മെഷീൻ യോജനയോ പകുതി വില വാഷിംഗ് മെഷീൻ യോജനയോ ഇല്ല, അങ്ങനെ ഒരു പദ്ധതിയേ ഈ രാജ്യത്തില്ല എന്നിരിക്കെ എങ്ങനെയാണ് നേതാക്കൾ, സാധാരണ മനുഷ്യരെ വിട്ടേക്കൂ, അവർക്ക് കാര്യങ്ങൾ അറിയില്ല, നേതാക്കൾ, ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, സംസ്ഥാനത്തെ സീനിയർ BJP നേതാവിന് തന്നെ ഇങ്ങനെ പകുതി വിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും ലാപ്ടോപ്പും വാഷിംഗ് മെഷീനും ഒക്കെ കൊടുക്കുന്ന ഒരു പദ്ധതി നടപ്പാക്കാമല്ലോ, ഒരു NGO വന്നിട്ടുണ്ടല്ലോ, ഇവരെ കൊണ്ട് നടപ്പാക്കാമല്ലോ എന്നൊരു തോന്നലുണ്ടാവുന്നത് എങ്ങനെയാണെന്നുള്ള ഒന്നാമത്തെ വിഷയം. ഇനി CSR ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ പകുതി വില എന്നുള്ളതാക്കുന്നെങ്കിൽ CSR ഫണ്ട് ഇവിടുത്തെ കോർപ്പറേറ്റുകൾ മാൻഡേറ്ററി ആയിട്ട് വിനിയോഗിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിന് മാനദണ്ഡങ്ങളുണ്ടല്ലോ. ഈ പറഞ്ഞ പദ്ധതി CSRന് എലിജിബിൾ ആണോ എന്നത് പ്രാഥമികമായി ഇങ്ങനെ ഒരു പദ്ധതി പൈലറ്റ് ചെയ്യുമ്പോൾ ആരും നോക്കുമല്ലോ. അപ്പോൾ ഇതൊന്നും അറിയാതെ ജനങ്ങൾക്ക് പകുതി വിലയ്ക്ക് ലാപ്ടോപ്പ് കൊടുക്കാം, പകുതി വിലയ്ക്ക് വാഷിംഗ് മെഷീൻ കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ്, വളരെ ഗംഭീരമായി പദ്ധതി നടപ്പാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ നേതാക്കളൊക്കെ ഇതിന്റെ പുറകെ നടന്നതെന്ന് പറഞ്ഞാൽ എത്ര പേര് വിശ്വസിക്കും? അത് അഭിലാഷ് ജി, ബഹുമാനായിട്ടുള്ള CPMന്റെ ശ്രീ സിനോജിനോടും ബഹുമാനായിട്ടുള്ള കോൺഗ്രസിൻ്റെ എൻ്റെ സുഹൃത്തുമായിട്ടുള്ള അനൂപേട്ടനോടും മറുപടി പറയാനും ഒപ്പം തന്നെ അഭിലാഷിയുടെ ചോദ്യങ്ങളും ചോദിക്കാനായിട്ട് ആ സമയം ഒന്ന് അനുവദിച്ചു തരണം. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ശ്രീ സിനോജിൻ്റെ ചോദ്യത്തിന് ഈ പടം എന്തുട്ടാ സിനോജ് ജി? ഈ പടം എന്ന് പറഞ്ഞാൽ നവകേരള സദസ്സിൻ്റെ ഇടുക്കിയിലെ വേദിയാണ്. ഈ ഇടുക്കിയിലെ വേദിയിൽ നിൽക്കുന്ന ആളാണ് ഈ അനന്തകുമാർ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നവരാണ് ഈ അനന്തകൃഷ്ണൻ. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആരാ? രാജമന്ത്രി. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആരാ? വാസവ മന്ത്രി. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ആരാ? പ്രസാദ് മന്ത്രി. അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ആരാ? ബിന്ദു മന്ത്രി. ഇതാരാ? മുഖ്യമന്ത്രി. തൊട്ടപ്പുറത്താരാ? സജി ചെറിയാൻ മന്ത്രി. അതിൻ്റെ തൊട്ടപ്പുറത്താരാ? ബാലഗോപാൽ മന്ത്രി. ഇവരൊക്കെ ഇരിക്കുന്ന വേദിയിൽ ഈ അനന്തകുമാർ എന്ന് പറയപ്പെടുന്ന ഈ മുതലാണെന്ന് ഈ സാധനം മുഖ്യമന്ത്രിക്ക് എടുത്തു കൊടുക്കണേ. അപ്പോൾ കേരളത്തിലെ നവകേരള സദസ്സ് ക്യാബിനറ്റ് നടത്തുന്ന സമയത്ത് അത് ഒരു വേദിയിൽ പരിപാടി നടത്തുമ്പോൾ ഈ അനന്തകുമാറും ഈ അനന്തകൃഷ്ണനും അവിടെ നടന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ക്യാബിനറ്റ് ഇവരൊരു തട്ടിപ്പുകാരാണെങ്കിൽ അതിനകത്ത് കയറ്റിയിരുത്തുന്നു. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് എന്താ ഇത് ആരുടെ കൂടെ ഈ പ്രഭാത ഭക്ഷണം നവകേരള സദസ്സിൽ ഇത് ആരാ? മുതൽ ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആരെ ഇവിടെ ഇരിക്കണേ? കേരളത്തിലെ ക്യാബിനറ്റിലെ മന്ത്രിയാണ്. അത് കഴിഞ്ഞു ഈ പോലീസ് ക്ലബ്ബിൽ ഒരു കാര്യമുണ്ട്. എന്താ? ഒക്ടോബർ 3-ാം തീയതി അനന്ത എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ അക്കൗണ്ടുകൾ പൂർണ്ണമായിട്ട് ഫ്രീസ് ചെയ്യപ്പെടുന്നു. ആ ഒക്ടോബർ 3-ാം തീയതി ഫ്രീസ് ചെയ്തിട്ട് ഇതൊക്കെ ഒരു കൺഫ്യൂഷൻ്റെ പേരിൽ നിൽക്കുമ്പോൾ ഒക്ടോബർ 30-ാം തീയതി കേരളത്തിലെ IG പങ്കെടുത്ത പരിപാടിയാണ്. എവിടെ നടക്കണേ? പോലീസ് ക്ലബ്ബിലാണ്. അതിൻ്റെ പടം അത് സേതുറാം എന്ന് പറയുന്ന നോർത്തേൺ സേതുരാമൻ IPS IG നോർത്തേൺ റീജിയൻ. ധാരയും മുതൽ സ്വാഭാവികമായിട്ട് ഇവർ നടത്തുന്ന പരിപാടി എന്ന ഒക്ടോബർ 30, 3-ാം തീയതി ഇയാളുടെ അക്കൗണ്ട് മുഴുവൻ ഫ്രീസ് ചെയ്തിട്ട് ഈ ഒരു പരിപാടിയിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് അറിഞ്ഞിട്ടും പോലീസ് ക്ലബ്ബ് നടത്തുന്ന പരിപാടി ഇതാ. ട്രിവാൻഡ്രം പ്ലസ് ക്ലബ്ബിൽ മാധ്യമപ്രവർത്തകരെയും ഞാൻ അതിൽ അഭിലാഷിനെ അഭിനന്ദിക്കുകയാണ്. കാരണം മാധ്യമപ്രവർത്തകർ പോലും ഇതിൽ പെട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുമ്പോൾ 126ഓളം പേർക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സ്വാഭാവികമായിട്ട് എൻ്റെ അഭിലാഷെ ഇത് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇത് എല്ലാ രാഷ്ട്രീയക്കാരും ഇനി ഇതിൻ്റെ ഈ മറ്റേ വേദിയിൽ പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഇടതുപക്ഷത്തിൻ്റെ വലതുപക്ഷത്തിൻ്റെ എല്ലാ മേഖലയിലെ ആളുകളും ജനങ്ങൾക്ക് പകുതി വിലയ്ക്ക് കിട്ടുന്ന ഒരു CSR ഫണ്ട് സംവിധാനം ഈ പറയപ്പെടുന്ന അതിൻ്റെ എന്താണ് ഇതിൻ്റെ കോൺഫെഡറേഷനാണ്. 125 അതിൽ ജാതി സംഘടനയുണ്ട്, മതസംഘടനയുണ്ട്, അതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ട്, സാംസ്കാരിക സംഘടനകളുണ്ട്. സ്വാഭാവികമായിട്ട് ഇത്ര 100-125ഓളം വരുന്ന കോൺഫെഡറേഷൻ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാനും അഭിലാഷൊക്കെ വിശ്വസിച്ച് പോകുന്നത്, ഞാൻ വിശ്വസിച്ച് പോയിട്ടുണ്ട്. ഞാൻ എൻ്റെ 2 സംഘടനകളിൽ ഇത് ആദ്യം നടത്താൻ തീരുമാനിച്ചതാണ്. പിന്നെ എനിക്ക് സമയമില്ലാത്തതിൻ്റെ പേരിലും അതിൻ്റെ പിന്നാലെ ഓടാൻ പോയില്ല. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് അഭിലാഷ് ചർച്ച ചെയ്യുമ്പോൾ എൻ്റെ പേര് ചർച്ച ചെയ്ത് തന്നെ ഒരു 10 റുപ്യ ഗുണം കിട്ടുന്ന ഒരു കാര്യം ജനങ്ങൾക്ക് കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ അഭിലാഷായാലും ഞാനായാലും അനൂപേട്ടനായാലും സനോബ്ജി ആണെങ്കിലും ബഹുമാനിയായിട്ടുള്ള ഈ മിനി മാഡം എങ്ങനെയാണ് ഒരു പഞ്ചായത്ത് മെമ്പർ ഈ പ്രതിസന്ധിയിൽ പെട്ടത്? സ്വാഭാവികമായിട്ട് വിശ്വസിക്കുകയാണ്. ആദ്യത്തെയും 2ാമത്തെയും 3ാമത്തെയും ട്രിപ്പൊക്കെ കൃത്യമായിട്ട് പറഞ്ഞേ. ഇപ്പോൾ 3-4 കോടി റുപ്യാണ് ഈ ഡീലർമാരയിൽ കിടക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊന്നും അങ്ങനെ ഒരു തെറ്റിദ്ധാരണാജനകമായിട്ടൊരു വിഷയം ഇവരുടെ ഭാഗത്ത് ഉണ്ടാവാതെ വന്നപ്പോൾ ഇത് യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ജനങ്ങൾക്ക് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് MLA ആവാനോ MP ആവാനോ ഒക്കെ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഈ വക കാര്യങ്ങൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമ്പോൾ അവരിലേക്ക് അത് എത്തിക്കുന്നതിന് ഒരു പ്രവൃത്തിയിൽ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അത്രേ ഇവിടെ നടത്തിയിട്ടുള്ളൂ. ആ കാര്യത്തിനെ നിങ്ങൾ വക്രീകരിച്ച് കണ്ടിട്ട് കാര്യമില്ലെന്ന്. നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ഈ തട്ടിപ്പിനെ കൃത്യമായി അന്വേഷിക്കുക, അതിന്റെ റിപ്പോർട്ട് വരട്ടെ. അതിനകത്തെ ആരൊക്കെ അനാവശ്യമായി ഇന്റൻഷൻലി തെറ്റ് ചെയ്തിട്ടുണ്ടോ അവരെ പരിപൂർണമായിട്ട്
ഞങ്ങൾ എൻ രാധാകൃഷ്ണന്റെ കാര്യം പറഞ്ഞു 100% അദ്ദേഹം ഈ കാര്യത്തിൽ അല്ല, കുറേ പേരെങ്കിലും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷം പേരും കബളിപ്പിക്കപ്പെട്ടവരാകാം. നടത്തുന്ന സമയത്ത് എന്റെ ആ ചോദ്യം ജനങ്ങൾ വളരെ ലളിതമാണ്. അവർക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ കയ്യിൽ നിന്ന് കാച്ചെടുത്ത് കടം പേടിച്ചിട്ടും മറ്റേ പണയം വെച്ചിട്ടും ഭൂമി വിറ്റിട്ടും അയാൾ അത് വീട്ടുമെന്ന് പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയക്കാരന്റെ ഇച്ഛാശക്തിയും രാഷ്ട്രീയക്കാരന്റെ ഈ സമൂഹത്തിനോടുള്ള കടപ്പാടുമാണ്. അത് ചെയ്യണം. മറ്റ് NGO ഒക്കെ അത് പലർക്കും സാധിക്കാതെ വരുന്നുണ്ട്. അവറ്റോട് 10-125 NGO-മാരുണ്ട്. അവരും മേപ്പോട്ട് നോക്കിക്കുക എന്താ ചെയ്യാൻ പറ്റുക? ഇതാണ് ഒരു അവസ്ഥ. പോലീസ് സ്വാഭാവികമായിട്ട് അന്വേഷിക്കണം. ഇന്റലിജൻസിന്റെ വീഴ്ച അല്ലെങ്കിൽ വിജിലൻസിന്റെ വീഴ്ച അല്ലെങ്കിൽ പ്രസ് ക്ലബ്ബ് പോലെയുള്ള പോലീസ് ക്ലബ്ബ് പോലെയുള്ള 125 സംഘടനകൾ പോലെയുള്ള വിവിധ രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആളുകൾ അവിടെ ഞാൻ അനൂപേട്ടന്റെ അഞ്ചത്ത് കയറിയുണ്ടോ, അനൂപേട്ടൻ സിനോജിന്റെ അഞ്ചത്ത് കയറിയുണ്ടോ, ഞാൻ സിനോജിന്റെ എന്തൊരു കയറി കാര്യമില്ല. ഞങ്ങളെ 3 പേരുടെയും നേതാക്കന്മാര് ജനങ്ങൾക്ക് 10 ഉറുപ്പ്യ ഗുണം കിട്ടട്ടെ എന്ന് സ്വാഭാവികമായിട്ട് സംവിധാനം വരുമ്പോ അതിനെ ശക്തമായിട്ട് തന്നെ എതിർക്കുകയും അതിനെ പരിപൂർണ്ണമായിട്ട് പരിഹരിക്കാനുള്ള പ്രവർത്തിയിൽ ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോയി ആ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുകയും അതിന് പ്രയാസമായി പരിപൂർണ്ണമായിട്ട് സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിലപാട് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളിൽ ചെയ്യേണ്ടത്. ഇത് കൊത്തിക്കളിക്കല്ലേ? അനൂപേട്ടൻ BJP-നെ കൊത്തിക്കളിക്കുന്നു, സനോബ് BJP-യും കോൺഗ്രസിനെയും കൊത്തിക്കളിച്ചിട്ട് കാര്യമില്ല. ജനങ്ങളുടെ കാച്ചു പോയിട്ടുണ്ട്. അപ്പൊ അതിനെ പരിഹരിക്കണം. ആരാണ് നേതൃത്വം കൊടുത്തത്? ആ നേതൃത്വം കൊടുത്ത ആളുകള് ആ പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങളിൽ മുന്നിൽ നിന്നുകൊണ്ട് ഏതെല്ലാം രീതിയിലാണോ ആ പ്രയാസമുണ്ടായത് അതിനെ പരിഹരിക്കാനുള്ള നിയമപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. BJP-യുടെ ഒരു സംഘടനയല്ല സൈൻ എന്ന് പറയപ്പെടുന്നത്. സൈൻ എന്ന് പറയുന്നത് 10-12 കൊല്ലം ഇവിടെ കൃത്യമായി ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ അദ്ദേഹം ഈ ചതിരി എന്ന് പെടുവോ? കള്ളപ്പത്തരാണെങ്കിൽ പെടുവോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ കാര്യം. അവിടെ എവിടെയാണ് ഈ പാളിച്ചുണ്ടായിട്ടുള്ളത്? ആരാണ് ഇതിന്റെ പുറകിൽ പാളിച്ചയ്ക്ക് തല പ്രവർത്തിച്ചിട്ടുള്ളതെങ്കിൽ അതിനൊരു അന്വേഷണം നടന്നോട്ടെ. ആ അന്വേഷണത്തെ BJP അംഗീകരിക്കുന്നു. ശരി, ഓക്കെ, BJP അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ അടുത്ത റൗണ്ടിൽ താങ്കളിലേക്ക് വരാം. ഇവിടെ